ഹായ് മിസ്റ്ററെ, അവിടെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി നമ്മുടെ ചെറുതേനീച്ചയുടെ വീഡിയോസുമായിട്ടാണ് കേട്ടോ. നമ്മൾ ഒത്തിരി ദിവസമായി ചെറുതേനീച്ചയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു അടിപൊളി ചെറുതേനീച്ചയുടെ നമ്മളിവിടെ ഓൾറെഡി ഉള്ള കുറച്ച് പഴയ കൂടുകൾ ഞാൻ ഒരുപാട് പ്രാവശ്യം പോസ്റ്റ് ചെയ്തതാണ്. എങ്കിലും നമ്മളെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മളെ ഉള്ള കൂടുകൾ തന്നെ കുറച്ച് കൂടുകൾ ഉള്ളതിൽ കുറച്ച് കൂടുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ സ്പ്ലിറ്റിംഗ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പലതരത്തിലുള്ള, അതായത് മരങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ആഞ്ഞിൽ മുതൽ മഹാഗണി, അതുപോലെ തന്നെ പ്ലാവ്, ഇടയ്ക്ക് തേക്കിൻ്റെതുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് സമയങ്ങളിൽ നമുക്ക് തേക്കിൻ്റെതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ ഏതൊക്കെയാണോ നമുക്ക് മരങ്ങൾ അങ്ങനെ കിട്ടുന്നത് അതനുസരിച്ചിട്ടുള്ള കൂടുതലാണ് നമ്മുടെ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന കൂടെന്ന് പറഞ്ഞാൽ മഹാഗണിയാണ് കേട്ടോ. നമ്മൾ ഈ മഹാഗണി എന്ന് പറയില്ലേ, അതായിരുന്നു. അത്യാവശ്യം തേക്കിന് നല്ല ഡിമാൻഡായിരുന്നു. പക്ഷേ ആ സമയം നമുക്ക് ഒത്തിരി തേക്കിൻ്റെ കൂടുതലുണ്ടായിരുന്നു, അതെല്ലാം പോയി കേട്ടോ. അതെല്ലാം പെട്ടെന്ന് തന്നെ വിറ്റുപോയി. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇതൊക്കെയാണ് കേട്ടോ. ഇനി കൂട്ടുകാരെ, ഈ കാണുന്നത് നമ്മുടെ ആഞ്ഞിലിൻ്റെയാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ പഴയ മോഡൽ കൂടുകളാണ്. സാധാരണ നമ്മൾ ചെറുതേനീച്ചയ്ക്ക് ഇത്രയും വലിപ്പമുള്ള കൂടതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേങ്കിൽ ഇത് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇത് എൻ്റെ ഒരു സൈഡിലുള്ള കൂടാണ് കേട്ടോ. ഇതുപോലെ വീടിൻ്റെ ചുറ്റുപാടും കംപ്ലീറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഒത്തിരി കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മൺകലത്തിൽ തന്നെ ഏകദേശം നമുക്ക് ഒരുപാട് കൂടുകളും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനത് റാണി സെല്ല് വെച്ച് നമ്മൾ സെറ്റാക്കി എടുത്ത കൂടാണ് കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് ഒത്തിരി നല്ല മഴയാവുന്ന സമയത്ത് ചെറുതായിട്ട് കൂടുതൽ അതിൻ്റെ എറിച്ചിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മളിപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരു കോളനിയാണ് കേട്ടോ. അതിങ്ങനെ മുളയുടെ ആ ഒരു സെറ്റാണ് ഞാനിപ്പോൾ ഏകദേശം കിട്ടുന്ന കുഞ്ഞു കോളൻ്റെ കാണല്ലേ മുളയുടെ ഇതാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ കാണുന്ന ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെയൊക്കെ ഇതിൽ വെച്ചാലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തേനെടുക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ എടുത്തതിന് ശേഷം ബാലൻസുള്ള തേന് ആ മുട്ടയിലും ആ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ആ തേനിൻ്റെതാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ മുട്ടയെല്ലാം നശിച്ചു പോകാനും ആ കോളൽ തന്നെ നശിച്ചു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിങ്ങനെയുള്ള കൂടുതൽ മാക്സിമം നിങ്ങൾ വയ്ക്കാതിരിക്കുക. ഞാൻ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ കെണിക്കൂട്ടാണ് കേട്ടോ. മീറ്റർ ബോർഡ് ഇരുന്ന് കൂടുതൽ ഞാനിവിടെ നിന്ന് ആദ്യം ഒരു സ്റ്റെപ്പ് മാറി, അതിനുശേഷം രണ്ടാമത് അവിടെ വീണ്ടും അതിലൊരു കോളനി വന്ന് കയറി സെറ്റായതാണോ. ഇപ്പോൾ ഇത് ഞാനൊരു കെണിക്കൂട് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇതിനകത്തും ചെറുതായിട്ട് മുട്ടയും കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങുന്നേ, മുട്ടയുടെ കപ്പ് ചെറുതായിട്ടൊക്കെ വെച്ച് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മൾ വേറൊരു മൺചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇതും അതുപോലെയാണ്. നമ്മൾ തേനെടുക്കുന്ന സമയത്ത് ഇതിനകത്ത് നിന്ന് തേനെടുത്തതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നല്ല എന്തെങ്കിലും ഒരു പഴയ തുണി എന്തെങ്കിലും വെച്ച് അതിൻ്റെ ആ തേനിൻ്റെ ഈർപ്പം കംപ്ലീറ്റ് മാറ്റുക. ഇല്ല എങ്കിൽ നമ്മളെ പുതിയ തേനീച്ചയുടെ ആ മുട്ടയിലും കാര്യങ്ങളിലും തേനൊക്കെ ആയി കഴിഞ്ഞാൽ കോളനി നഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്നത്, ഞങ്ങൾ ഒത്തിരി കൂട്ടുകാർക്ക് അങ്ങനെ പണി കിട്ടി. പിന്നെ കൂട്ടുകാരന്മാരെ, നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ഈ കൂടിൽ പെട്ടെന്ന് എൻട്രൻസ് ഒക്കെ വലുതായി അവർ വെച്ച് വരുന്നത്. അതിൻ്റെ അർത്ഥം അതിനകത്ത് അത്രത്തോളം കൂടും കാര്യങ്ങളൊക്കെ ഈച്ചകളൊക്കെ സെറ്റായി വരുന്നു. ഇതാണ് ഞാൻ ഇടയ്ക്ക് പറയുന്ന ആ ഒരു 2 കോളനിയാണ് കേട്ടോ. 2 സൈഡിലായിട്ട് ഇരിക്കുന്നത്. ഞങ്ങൾ ഈ വീട് ചെയ്തിരിക്കുന്നത് പഴയ മറ്റേ സിമെൻറ്റ് ബ്ലോക്കാണ്, അതായത് 4 ഹോളിൻ്റെയാണ്. അപ്പോൾ ഇതുപോലെ നമുക്കിവിടെ പലതരത്തിലുള്ള കൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം കൂടുകൾ നിങ്ങൾ സെറ്റാക്കി ഒതുക്കി വയ്ക്കുന്ന സ്ഥലത്ത്, അധികം വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ വേണം വയ്ക്കാനായിട്ട്. ഓവറായിട്ട് സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗത്ത് മാക്സിമം കൂട് വയ്ക്കാതിരിക്കുക. പിന്നെ ഞാൻ പറയുന്നുണ്ട്, പല കൂട്ടുകാരുടെയും വീഡിയോസിൻ്റെ ആ ഒരു ഞാൻ കണ്ട ഒരു ഇത് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ബോക്സുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളാരും അലുമിനിയം പാത്രങ്ങളിലൊന്നും ചെറുതേനീച്ച കൂട് മാക്സിമം സെറ്റ് ചെയ്യാതിരിക്കുന്നത് അത്രയും നന്നായിരിക്കും. ചെറിയ ഒരു ചൂടടിച്ചാൽ പോലും അത് ഭയങ്കരമായിട്ട് അതിനകത്ത് ബാധിക്കും. അത് നമ്മളെ കൂടിനകത്ത് ബാധിക്കും. ആ സമയം അതിനകത്തിരിക്കുന്ന തേനും കംപ്ലീറ്റ് കാര്യങ്ങളും പെട്ടെന്ന് അലിഞ്ഞിറങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആ കൂട് നമുക്ക് ആ കോളനി തന്നെ നഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്, ഓവറായിട്ട് വെയിലുള്ള സ്ഥലത്ത് വയ്ക്കരുത്. അത് മാത്രമല്ല, അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം അങ്ങനെയുള്ള പാത്രങ്ങളിലൊന്നും മാക്സിമം സെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാനിവിടെ കൂടുതലായിട്ട് ഇപ്പം നിങ്ങൾക്ക് 2 വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ. നമ്മളെ മണിമുല്ലയുണ്ട്, പാതിരാമുല്ലയുണ്ട്. മണിമുല്ലയുടെ തന്നെ 2 പ്ലാന്റ് ഉണ്ട്. അത്യാവശ്യം ഈ നവംബർ മുതൽ അവർ നന്നായിട്ട് പൂത്തത് കാര്യങ്ങൾ സെറ്റായിട്ടുണ്ട്. ഞാനിതിൻ്റെ ഓൾറെഡി ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ചെറുതേനീച്ച കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്നാണ് കേട്ടോ ഇപ്പോൾ തേനും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. ഞങ്ങൾ ഇവിടുത്തെ മാത്രമല്ല, അപ്പുറമുള്ള പല വീടുകളുടെ കരിങ്കല്ലിട്ടിലേക്ക് ഇരിക്കുന്ന ചെറുതേനീച്ചകളെല്ലാം ഇവിടെ വന്നായിരിക്കും തേനൊക്കെ ശേഖരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇത് ബാക്കിയുള്ള കൂടുകൾ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിക്കാം. ഞങ്ങൾക്ക് ഒത്തിരി കൂടും കാര്യങ്ങളും കാണിക്കാനുണ്ട്. പക്ഷേ ഞാൻ തൽക്കാലം അധികം നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ റൂഫ് ചെയ്തിരിക്കുന്ന സൈഡിൽ അധികം ചൂടടിക്കാത്ത സൈഡിൽ വേണം നിങ്ങൾ കൂടൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈ തേനെടുക്കുന്ന വീഡിയോസൊക്കെ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെ നിങ്ങളെല്ലാവരും കൂടുതൽ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് മാക്സിമം ചിലവ് കുറച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മളെ മൺകലത്തിൽ നമ്മളെ ചട്ടി ഉണ്ടല്ലോ, ഞാൻ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ അതുപോലെ മൺചട്ടിയിൽ വെച്ച് മാക്സിമം ആദ്യം തുടക്ക കാര്യം കേട്ടോ.
ഒത്തിരി പൈസ മുടക്കിയൊന്നും ആദ്യം കൂടുകയോ അല്ലെങ്കിൽ മറ്റേ സ്റ്റാൻഡോ മറ്റു കാര്യങ്ങളൊന്നും PVC-യിലൊക്കെ നല്ല റേറ്റുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റാൻഡൊക്കെ വെച്ച് ഭയങ്കര രീതിയിൽ അതൊന്നും ചെയ്യരുത്. ആദ്യം നിങ്ങൾ ഒരു മൺകലത്തിൽ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചെറുതേനീച്ച നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കേണ്ട. മാക്സിമം ഒരുപക്ഷെ നിങ്ങളുടെ വീടുകളിലോ പരിസരത്തോ എവിടെയെങ്കിലൊക്കെ കാണും. ഒന്നേ കെണിക്കൂട് വെച്ച് പിടിക്കുക. ഞാൻ കെണിക്കൂടിനൊക്കെ ഒത്തിരി വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെണിക്കൂട് വെച്ച് ആദ്യം ഒന്ന് സെറ്റാക്കി നോക്കുക. ഇല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ ഭിത്തികളിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഇവിടുത്തെ വീടിൻ്റെ ഭിത്തിയിൽ 2 കൂടി ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് പൊട്ടിച്ച് സെറ്റാക്കി എടുക്കുക. സെറ്റാക്കി എടുത്തിട്ട് നമ്മൾ കൂട് കോളനിയിൽ സെറ്റാക്കി എടുക്കുക. കാശ് കൊടുത്തൊന്നും അധികം മേടിക്കാൻ നിൽക്കരുത്. പിന്നെ ഭയങ്കര ആഗ്രഹമാണെങ്കിൽ നിങ്ങളെ പരിസരത്തുണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ചെറുതേനീച്ചയൊക്കെ ബോക്സ് അടക്കം വിൽക്കാനുണ്ടെങ്കിൽ മേടിച്ചാലും കുഴപ്പമില്ല. എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി നമ്മളെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് എങ്ങനെ ചിലവ് കുറച്ച് സെറ്റാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചിലവ് കുറച്ച് ഞാൻ സെറ്റാക്കുന്ന ഒരു പരിപാടി, അതായത് നമ്മളെ ഈ സ്പ്ലിറ്റിംഗ് ബോക്സ് ഉണ്ടല്ലോ, അത് ഈ ഇരിക്കുന്ന സ്പ്ലിറ്റിംഗ് ബോക്സ് ഇതറിയാലോ. ഞാൻ ഒത്തിരി പ്രാവശ്യം വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയണോ? ശരി, എങ്കിൽ അതുകൊണ്ടൊന്ന് പറഞ്ഞു കളയാം. നമ്മളെ പുതിയ കൂട്ടുകാർ കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് സ്പ്ലിറ്റിംഗ് ബോക്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഐറ്റം. ഇത് നമുക്കിതിങ്ങനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അവിടെ എൻട്രൻസ് ഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ വേറൊരു കൂട് എടുത്തതിന് ശേഷം നമ്മൾ ഈ കൂട് ഇപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചോ, നമ്മളിപ്പോൾ വലിയൊരു കോളനി ഇതിനകത്തുണ്ടെങ്കിൽ ഇതിനകത്ത് റാണി സെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ 2ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാം കേട്ടോ. ഇതിനിങ്ങനെ മാറ്റിയിട്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മളൊരു റാണി സെല്ല് വെച്ചെന്ന് വെച്ചോ, റാണി സെല്ലും കുറച്ച് റാണിയും. അപ്പോൾ വേറൊരു പീസ്, വേറൊരു പുതിയ ബോക്സിൻ്റെ ഒരു പീസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂട് 2ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കിയാൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കൂട് സെറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് റാണി ഉണ്ടെന്നും റാണിയും അതുപോലെ റാണി സെല്ലും രണ്ടും വ്യക്തമായിട്ട് കാണുക. അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് ബോക്സ്, ഈ ബോക്സിൻ്റെ വില 250 രൂപയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാനിങ്ങനെ കൊറിയർ വഴി നമ്മൾ ഒത്തിരി കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പത്തനംതിട്ട, കണ്ണൂർ, മലപ്പുറം, ഇങ്ങനെ ഒരുപാടിടത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സെൻറ്ററിങ് വർക്കാണ് കേട്ടോ. അവനെ കൂടുതൽ മുളയാണ് അത് നിർത്തുന്നത് കേട്ടോ. നമ്മളെ ഈ സെൻറ്ററിങ് എന്ന് പറയുമ്പോൾ ഈ ജാക്കി, അതായത് നമ്മളെ ഈ കെട്ടിടങ്ങളുടെ പണിയുടെ അറിയാമല്ലോ. അപ്പോൾ അവിടെ തൂണിന് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് ഒരുപാട് കേട്ടോ, ഇത് ഇരിക്കുന്നതെല്ലാം നല്ല അടിപൊളി നല്ല മുളയാണ് കേട്ടോ. നല്ല മുളയുടെ പീസുകളാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഒരു പണിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല, കണ്ടില്ല. അതല്ലേ നമുക്ക് അത്യാവശ്യം ഒരു ചെറുതേനീച്ച കോളനി തുടങ്ങാനും അതുപോലെ നല്ല മനോഹരമായിട്ടുള്ള നല്ല വൃത്തിയുള്ള കൂട്. ഞാൻ ഇതിലെ കൂട് സെറ്റ് ചെയ്തത് ഞാൻ ഒരു വീഡിയോസിൽ ഇതിലിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ മൺകലത്തിൽ തുടങ്ങുന്ന വീഡിയോസ് മുതൽ സകലതും കെണിക്കൂടി ഞാൻ കാണിച്ചിട്ടുണ്ട്, മീറ്റർ ബോർഡിൻ്റെയും. പിന്നെ അതുപോലെയാണ് പിന്നെ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. എനിക്കൊരു വീട്ടിനടുത്തുനിന്ന് ഒരു മുള കിട്ടി കേട്ടോ. മുളയല്ല കേട്ടോ, ഒരു കമുക്. നമ്മുടെ ഈ കമുകുണ്ടല്ലോ, ഇത് കണ്ടോ. ഇത് ഞാൻ അതിൽ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എൻട്രൻസ് ഭാഗങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എല്ലാം കംപ്ലീറ്റ് മാക്സിമം റേറ്റ് കുറച്ച് ഞാൻ തുടക്കക്കാരായിട്ടുള്ള പുതിയ കൂട്ടുകാരുടെ എല്ലായിടത്തും പറയുന്ന കാര്യമാണ് മാക്സിമം ചിലവ് കുറച്ച് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നല്ല പഴയ നല്ല മുറ്റിയ കമുകുണ്ട്, അറിയാലോ, നല്ല ഹൈറ്റൊക്കെയുള്ള കമുകൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് നമുക്ക് ഇത്രയും വേണ്ട, ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം മാക്സിമം പച്ചയ്ക്ക് തന്നെ, ആ പച്ചയോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് ക്ലീൻ ആക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഉണങ്ങിയിട്ടായിരുന്നാലും പ്രശ്നമില്ല. പക്ഷേ ഞാനിത് അത്യാവശ്യം പച്ചയോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഞാനിത് ക്ലീൻ ചെയ്തു. കണ്ടതേ ഇപ്പോൾ നല്ല വെയിറ്റൊക്കെ കുറവാണ്. അതായത് ഇതെൻ്റെ ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ, പരീക്ഷണമായിരുന്നു. അതായത് പരീക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുതേനീച്ച കൂടുതലായിട്ട് അവർ വളർന്നു വരുന്നതും ഒത്തിരി പെട്ടെന്ന് നല്ല സ്ട്രെങ്തായിട്ടുള്ള ഒരു കോളനിയായി മാറുന്നത് ഏത് കൂടുകളിലാണ് വെച്ചാലെന്ന് ഞാനത് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാൻ പറ്റിയൊരു കാര്യം ഞാൻ സത്യമായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മൺചട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ല തണുപ്പാണ്. അപ്പോൾ അങ്ങനെ വയ്ക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ലതുപോലെ അതിൽ കൂടി വരുന്നുണ്ട്, കാണാൻ പറ്റി. അത്യാവശ്യം നല്ലതുപോലത്തെ ഒരു സ്ട്രെങ്ത്തുള്ള കോളനിയായി മാറുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഈ കാണുന്നതും ഒരു കമുകിൻ്റെ പീസാണ്, കമുകാണ് ഇത്. വണ്ണം കുറഞ്ഞൊരു കമുകിൻ്റെയാണ്. പക്ഷേ അതിലും അത്യാവശ്യം നല്ലതുപോലെ തേനുകൊണ്ട് ഞാനിപ്പോൾ ഇതിനൊരു 2 പ്രാവശ്യത്തോളം ഞാൻ റാണി സെല്ല് മാറ്റി കോളനി നമ്മൾ പിരിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം സക്സസ് ആയിട്ടുമുണ്ട്. ഞാനതിൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം ഇതിലും നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ഞാൻ കൂടുതലായിട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് കൂടുതലായിട്ട് ഈച്ച സെറ്റായി കിട്ടിയതും ഒത്തിരി പെട്ടെന്ന് ഈച്ചകളൊക്കെ റെഡിയായി കിട്ടുന്നതെല്ലാം ആ മൺകലവും പിന്നെ ഇതുപോലെ നമ്മളെ ഈ കമുകിൻ്റെ പീസിലൊക്കെയാണ് കേട്ടോ. അതിലൊക്കെ ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ട്. ബോക്സും കുഴപ്പമൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളെ പൈസ മുടക്കി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. പലരും പറയും അപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ നല്ലതെന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ അതും നല്ലതാണ്. നമുക്ക് ഒത്തിരി കോളനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാൻ എളുപ്പമുണ്ട്. അതായത് ഇത് നമ്മളിങ്ങനെ 2 തുറക്കുക,
അപ്പോൾ അതിന് തന്നെ റാണി സെല്ല് കാണും. അപ്പോൾ റാണി സെല്ലും ബാക്കി കുറച്ച് അതിൽ നിന്ന് പൂമ്പൊടിയും തേനും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെച്ചാൽ അതൊരു കോളനിയാവും. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഒരു പീസ് വയ്ക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അതേസമയം നമ്മളിത് ഇതുപോലത്തെ ബോക്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ കമുകിൻ്റെ പീസൊക്കെ ആണെങ്കിൽ നമ്മളത് തുറന്ന് അതിൽ നിന്ന് എടുത്ത് പിന്നെ വേറൊരു കൂട്ടിലേക്ക് കംപ്ലീറ്റ് മാറ്റണം. മറ്റേ നമ്മൾ ഓൾറെഡി പകുതി നമ്മൾ താഴത്തെ തട്ടിലും പകുതി നമ്മളെ മുകളിലത്തെ ആ ഒരു പീസിലും 2 പീസിലായിട്ടും പുതിയ മുട്ടയും പഴയ മുട്ടയും എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ വേറെ ഡാമേജോ കാര്യങ്ങളോ സംഭവിക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം, അതും നല്ലതാണ്. എങ്കിലും ഞാൻ പറഞ്ഞത് കാശിൻ്റെ കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു കൂടെന്ന് പറയുമ്പോൾ ഒരു 250 രൂപയ്ക്ക് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു 10-20 കൂടൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ റേറ്റ് ആവും. അപ്പോൾ തുടക്കക്കാർക്കെന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടാകുന്നുണ്ട്. തുടക്കക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലെ പഴയ മൺചട്ടിയോ അല്ലെങ്കിൽ ദേഹിൻ്റെ ബാക്കി കാണുന്ന പോലത്തെ ആ മുളയുടെയോ അല്ലെങ്കിൽ ഇനി കമുകോ കുഴപ്പമില്ല. ഞാനിതിപ്പോൾ കീറിയിട്ടില്ല, അത് നമ്മൾ രണ്ടായിട്ട് പൊളർന്നെടുക്കാതെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആ സമയം നമുക്കിത് പൊളർക്കാം. ഇതെല്ലാം ഞാനിപ്പോൾ ജസ്റ്റ് കെണിക്കൂടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനി ഒരു 10-15 കൂട് അല്ലെങ്കിൽ ഒരു 5 കൂടൊക്കെ ഉള്ള കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാക്സിമം നിങ്ങൾ ഇതുപോലെ ഈ കെണിക്കൂട്, ഞാനിത് കെണിക്കൂടായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇതിലൊക്കെ ഈച്ച സെറ്റായി നമ്മളിത് കെണിക്കൂടൊക്കെ വെച്ച് ഈച്ച സെറ്റായതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലും ഈച്ച സെറ്റായതാണ് കേട്ടോ. ഇതിൻ്റെ ഭാഗം ഞാൻ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിലും ഈച്ച സെറ്റായതാണ്. അത് നമ്മളിങ്ങനെ കെണിക്കൂട് വെച്ചിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് കൂട് തുറന്ന് നമുക്കിപ്പോൾ ഈ നവംബർ മുതൽ നമുക്ക് വേണ്ടി തുറന്ന് നോക്കാം റാണി സെല്ലുണ്ടോ എന്ന്. പക്ഷേ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിതുപോലെ കെണിക്കൂട് വെച്ചിരുന്നാൽ മതി. അവർ ആ ഒരു കൂടിൽ നിന്ന് റാണി സെറ്റായി വരുന്ന സമയത്ത് അവർ പറഞ്ഞ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്ട്രെങ്ത് കുറഞ്ഞ കോളനികളിൽ കയറാൻ ശ്രമിക്കും. അതുമല്ലെങ്കിൽ ഇതുപോലെ കാലിയായിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബോക്സിൽ നമ്മളിതേപോലെയൊക്കെ സെറ്റാക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൂടൊക്കെ സെറ്റാക്കി കൊടുത്താൽ മതി. അതിൽ തന്നെ അവർ വന്ന് കറക്റ്റായിട്ട് കയറും. ഇനി നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ വേറെ അധികം ദൂരമൊന്നും പോകത്തില്ല. ഞാൻ വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുൻപായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ ഭിത്തിയിൽ രണ്ട് കോളനി അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അത്യാവശ്യം നല്ലതുപോലെ ചെറുതേനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും അധികം ഔഷധ ഗുണമുള്ളതും എല്ലാ നാട്ടുമരുന്നുകൾക്കൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നതും നമ്മുടെ ഈ ചെറുതേനീച്ചയാണ്. ഈ ചെറുതേനീച്ചയുടെ തേനാണ്. അപ്പോൾ വലിയ തേനീച്ചയാണെങ്കിലും അത്ര റേറ്റില്ല, പക്ഷേ ചെറുതേനീച്ചയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരെ, നിങ്ങളുടെ വീടുകളിൽ ഒരു കോളനിയെങ്കിലും നിങ്ങൾ മാക്സിമം സെറ്റ് ചെയ്യുക. ഒരു പക്ഷേ നിങ്ങളങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരു ചുമയോ അല്ലെങ്കിൽ കുഞ്ഞു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇച്ചിരി ഇഞ്ചിനീരും ഈ ചെറുതേനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനതൊന്നും വിശദമായിട്ട് പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ചെറുതേൻ്റെ ഗുണങ്ങളെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെ വീടുകളിൽ മാക്സിമം ഒരു കോളനിയെങ്കിലും സെറ്റാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചങ്ങന്മാരെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളിനിപ്പോൾ മാർച്ചൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് തേനെടുത്ത് തുടങ്ങും. തേനിൽ തുടങ്ങും. ആ സമയമാകുമ്പോൾ പിന്നെ ഞാനിതിൽ നമ്മുടെ അവിടുത്തെ മണിമുല്ല ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ചെറുതേനീച്ചകൾക്ക് അത്യാവശ്യം നല്ലപോലെ തേനും പൂമ്പൊടിയൊക്കെ എടുക്കാനുള്ള ഒരു സജ്ജീകരണമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. നല്ലപോലെ ചെടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ചെടികളും ഒക്കെ ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഈ മാർച്ചൊക്കെ പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ റബ്ബറിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞ് തുടങ്ങും. ഇല കൊഴിഞ്ഞിട്ട് അടുത്ത് പുതിയ ഇല കിളിർത്ത് വരും. ഈ കിളിർത്ത് വരുന്ന സമയത്ത് ആ കിളിർത്ത് വരുന്ന ഇലകളുടെ ആ ഇലകളുടെ അടിയിൽ ധാരാളമായിട്ടുള്ള തേനുണ്ട്. അതാണ് എല്ലാവരും ഈ മാർച്ച് ആ ഒരു പകുതി ആ ഒരു സമയങ്ങളിലൊക്കെ തേനെടുക്കാനായിട്ട് സമയം കണക്കൂട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തേനെടുക്കുന്നതിൻ്റെ മറ്റ് കാര്യങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത. എല്ലാത്തിനായിട്ടൊരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് എല്ലാ കൂട്ടുകാരും അങ്ങനെ ഫുള്ളായിട്ട് എല്ലാ വർഷവും കറക്റ്റായിട്ട് തേനെടുക്കണമെന്നൊന്നുമില്ല. എനിക്കറിയുന്ന 1-2 കൂട്ടുകാരുണ്ട്, അവർ ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കും. അതായത് പലർക്കും ഒരു സംശയമാണ്, നമ്മൾ ഈ വർഷം തേനെടുത്തില്ലെങ്കിൽ അടുത്ത വർഷമാകുമ്പം ആ തേനോടെ കാണുമോ ഇല്ലയോ എന്ന്. പേടിക്കൊന്നും വേണ്ട, ആ തേനോടെ തന്നെ കാണും. ഈ മഴ സമയങ്ങളിൽ മാത്രമാണ് അവരധികം പുറത്തിറങ്ങാതിരിക്കുന്നത്. പിന്നെ ഈ തേനും പൂമ്പൊടിയെല്ലാം വിരിഞ്ഞു വരുന്ന ഈച്ചകൾക്ക് അവർ കൊടുക്കുന്നതിനൊപ്പം തന്നെ അവർ പുതിയതായിട്ടുള്ള തേനും കംപ്ലീറ്റ് കാര്യങ്ങളും ശേഖരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ ഒരു പേടി വേണ്ട. ഇനി പലർക്കും അങ്ങനെ ഒരു ചിന്ത കാണും. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഇരിക്കുമ്പോൾ തേന് അവരത് പഴയ തേന് അവർ കുടിച്ച് തീർക്കുമെന്ന്. അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അവരിങ്ങനെ അതിൻ്റെ പുറമെ കൂട്ടി കൊണ്ടുവരും. ഒരു സൈഡിൽ നിന്ന് കുഞ്ഞുങ്ങൾ പൂമ്പൊടിയും തേനും കഴിച്ച് അവരും വളർന്ന് സെറ്റായി വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ പേടിയുന്നുണ്ട്. പിന്നെ ചങ്ങന്മാരെ വീഡിയോ അതിൻ്റെ വേണം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് കാണാം. നമ്മളെ കുക്കിംഗ് വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ വീഡിയോസ് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ചങ്ങന്മാരെ, നിങ്ങളെ എന്താ പറയുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.